എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഓൺലൈനിൽ നിന്ന് സാമ്പാർ കഷ്ണം അവിയൽ കഷ്ണം മേടിച്ചു കേട്ടോ. അവരൊക്കെ നുറുക്കി തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ സാമ്പാറിൽ പിന്നെ തക്കാളി അങ്ങനെ ഇട്ടിട്ട് നുറുക്കിയാൽ ശരിയാവില്ലല്ലോ, അപ്പോൾ അത് ഇട്ട് നുറുക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിയൽ കഷ്ണം ഭയങ്കര വലുതായിരുന്നു. ഞാനെല്ലാം നൈസാക്കി നുറുക്കിയതിന് ശേഷമാണ് ഞാൻ കറി വയ്ക്കാൻ പോയത് കേട്ടോ. അപ്പോൾ പിന്നെ മാങ്ങ പുളിക്ക് പകരം നമ്മുടെ വീട്ടിലത്തെ മാങ്ങ തന്നെ ഇട്ടു. പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും ഒക്കെ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കിയതിന് ഇങ്ങനെ കുലുക്കിയതിന് ശേഷം അതിനെ അടച്ച് വെച്ച് വേവിക്കാൻ വെച്ചു കേട്ടോ. എന്നിട്ട് പിന്നെ ഞാൻ സാമ്പാർ കഷ്ണങ്ങൾ ഉപ്പേരിക്കുള്ളത് മാത്രം പറക്കിയെടുത്ത് അതെല്ലാം നൈസായി നുറുക്കിയിട്ട് ക്യാരറ്റും കായ പിന്നെ പയറൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ നന്നായി നൈസാക്കി നുറുക്കിയിട്ടപ്പോഴേക്കും നമ്മുടെ അവിയൽ കഷ്ണം ഏതാണ്ട് വേവായിട്ടുണ്ട്. വെള്ളം ഇത്തിരി കഷ്ടിയായി എന്ന് തോന്നിയപ്പോൾ ഞാൻ ഇത്തിരി കൂടി കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു വിട്ട് അതിൽ വേവാളത്. അപ്പോൾ അങ്ങ് വേവാൻ വേണ്ടിയിട്ട് വെള്ളം ഒഴിച്ചു. പിന്നെ അത് വെന്തു. അപ്പോൾ നമുക്ക് നാളികേരം ചിരകിയാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ പച്ചമുളകും ജീരകവും നാളികേരത്തിൻ്റെ കൂടെ ഇട്ട് അരച്ച് ഞാൻ അതിലേക്ക് ചേർക്കാൻ പോവാണ് കേട്ടോ. അതൊന്നും അധികം നിറയ്ക്കണ്ട, വെണ്ണം അതിലൊന്നും അരയ്ക്കണ്ട, അവിയലിന് അധികം അറിയണ്ടല്ലോ. അപ്പോൾ ഞാനത് ചതച്ചതിന് ശേഷം അതിലേക്ക് ഒഴിച്ചു കേട്ടോ. എന്നിട്ട് ഒന്ന് നന്നായി ഇളക്കിയതിന് ശേഷം ഒന്ന് താത്തിയിട്ട് വേവിച്ചു അത് കേട്ടോ. അത് കഴിഞ്ഞ് നമുക്ക് കറിവേപ്പിൻ്റെ ഇല പൊട്ടിക്കണം. ഫ്രഷായിട്ട് തന്നെ പൊട്ടിക്കാൻ വിചാരിച്ചിട്ട് ഞാൻ കറിവേപ്പിൻ്റെ ഇല പൊട്ടിക്കാൻ പോയിട്ട് നമ്മുടെ വീടിൻ്റെ ചുറ്റും കിണറിൻ്റെ അവിടെയൊക്കെ നിറച്ച് കറിവേപ്പാണ് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചത്. നിറച്ച് ചുറ്റുവട്ടം മുഴുവൻ കറിവേപ്പ് തന്നെയാണ്. പിന്നെ മരമായിട്ട് നിൽക്കണു, നിറച്ച് ഇലയാണ് കേട്ടോ അതുമേൽ. അപ്പോൾ ഞാനൊരു കൊമ്പ് ഇങ്ങനെ എത്തിച്ചൊടിച്ച് എടുത്തു. ഇത്തിരി ഹൈറ്റിലുള്ളത് തന്നെ പോന്നോട്ടെ വെച്ചിട്ട് അതിന് ഞാൻ പൊട്ടിച്ചെടുത്ത് നമുക്ക് കഴുകിയിട്ട് അതിൽ ഇടാം കേട്ടോ. കറിവേപ്പിൻ്റെ ഇല ഇട്ടാൽ എല്ലാത്തിലും കറിവേപ്പിൻ്റെ ഇല നല്ലത് തന്നെയാണ്. ഒരുവിധം കറിയിലെല്ലാം കറിവേപ്പിൻ്റെ ഇല നമുക്ക് ശരീരത്തിന് നല്ലത് തന്നെയാണ് കേട്ടോ. ഞാനത് അതിലിട്ടു, വെളിച്ചെണ്ണ ഒഴിച്ചു കേട്ടോ. നമ്മുടെ അവിയൽ റെഡിയായി. നല്ല അവിയലായിരുന്നു കേട്ടോ. ഇന്നത്തെ അവിയൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ അവിയൽ കറി റെഡി ആയിട്ട് അതിന് ഉപ്പേരിക്കുള്ളത് നൈസാക്കി ഞാൻ അരിഞ്ഞതിന് ശേഷം അതിൽ കഴുകി അരിപ്പയിൽ ഊറ്റി വെച്ചതിന് ശേഷം പിന്നെ ഞാൻ സബോള അതിൽ നൈസായിട്ട് അരിഞ്ഞിട്ടു. ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ സബോള നൈസായിട്ട് അരിഞ്ഞിട്ടു കേട്ടോ അതിൽ തന്നെ. എന്നിട്ട് കൂട്ടി പരത്തി വെച്ചു. അത് കഴിഞ്ഞ് നമ്മൾ ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് അതിൽ കുറച്ച് കടുകിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ടതിന് ശേഷം അത് പൊട്ടിയപ്പോൾ അതിൽ നമ്മുടെ കൂട്ടി പരത്തി വെച്ച ഉപ്പേരിയുടെ കഷ്ണം ഇട്ട് അതിൽ അടച്ച് വെച്ചു കേട്ടോ. അതിലെല്ലാം ചേർത്തിട്ടുണ്ടല്ലോ. അപ്പോൾ അത് അവിയലൊരു കടായിൽ വെന്തിരിക്കുന്നുണ്ട്. പിന്നെ ഉപ്പേരി ഇതാ ഇവിടെ ആവണം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഉപ്പേരി. നിങ്ങളിതുപോലെ വെച്ച് നോക്കി നോക്കൂ കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാം പാകത്തിനാക്കി വെച്ചാൽ പിന്നെ വറവിൽ വെറുതെ കടുക് വറുത്തിട്ടിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും കേട്ടോ. അങ്ങനെ നമ്മുടെ പപ്പടം കാച്ചി വെച്ചു. പിന്നെ അങ്ങനെ രസം കുറച്ചുണ്ടാക്കിയതാണ് കേട്ടോ. രസം ഒന്ന് നല്ലതാണല്ലോ, നമ്മുടെ ഗ്യാസൊക്കെ പോകാനായാലും എല്ലാവരും നല്ലതാണ് രസം ഉൾപ്പെടുത്തിയാലും ഭക്ഷണത്തിൻ്റെ കൂടെ. അപ്പോൾ അവിയൽ, ഉപ്പേരി, പിന്നെ കാലത്ത് ചപ്പാത്തിക്ക് ഉണ്ടാക്കിയ ഫുൾ ഗോപിക്കറിയാണ് കേട്ടോ അത്. പിന്നെ രസം, അച്ചാർ, പപ്പടം, ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. പപ്പടം അങ്ങനെ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ അമർത്തുക. പിന്നെ എൻ്റെ വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണൂ കേട്ടോ. ഓക്കെ, താങ്ക് യു.